നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. 2026 റിപ്പബ്ലിക് ദിനം. ഇതൊരു സാധാരണ കറന്റ് അഫെയർ ടോപ്പിക്കായി കാണരുത്, മറിച്ച് മാർക്കുകൾ ഉറപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണിത്. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയല്ലേ? തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ തലച്ചോറിന് ചെറിയൊരു എക്സസൈസ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. 2026 എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം കിട്ടിയത്? ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഈ ഒരു വിശകലനം കഴിയുമ്പോഴേക്കും ഈ ചോദ്യം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഏത് ചോദ്യത്തിനും നിങ്ങൾ ഈസിയായി ഉത്തരം നൽകും. അതെന്റെ ഉറപ്പാണ്. അപ്പോ ഉത്തരം കിട്ടിയോ? 77. പക്ഷെ ഇതല്ല മലയാളികളുടെ എണ്ണം കേട്ടോ. ഇതാണ് നമ്മൾ 2026 ആഘോഷിച്ച റിപ്പബ്ലിക് ദിനം, 77ാമത് റിപ്പബ്ലിക് ദിനം. കണ്ടോ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഒരു ചെറിയ ട്രാപ്പ്, പക്ഷെ നിങ്ങളതിൽ വീഴരുത്. ഈ പോയിന്റ് 77ാമത് റിപ്പബ്ലിക് ദിനം എന്നത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചോളൂ. ഒരു മാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ വീണു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വലിയ ദിവസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. പരേഡിന്റെ പ്രമേയം എന്തായിരുന്നു, മുഖ്യാതിഥികൾ ആരായിരുന്നു, ഇങ്ങനെയുള്ള ഓരോന്നും പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്ന പോയിന്റുകളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ശരി, ഇനി വരുന്ന 3 പോയിന്റുകളിൽ നിന്ന് ഉറപ്പായും 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നാമത്തേത്, 2026 റിപ്പബ്ലിക് ദിനത്തിന് 2 പ്രധാന തീമുകളുണ്ടായിരുന്നു. ഒന്ന് വികസിത് ഭാരത്, അതായത് ഒരു വികസിത ഇന്ത്യ എന്ന നമ്മുടെ ലക്ഷ്യം. 2 ഭാരത് ലോക്തന്ത്ര കി മാതൃക, അതായത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ് എന്ന് ലോകത്തോട് പറയുന്ന തീം. ഇത് രണ്ടും ഓർത്തിരിക്കണം. പിന്നെ പാരേഡ് എവിടെയാണ് നടന്നത്? രാജ്പഥിലല്ല, അതിന്റെ പുതിയ പേരായ കർത്തവ്യ പഥ് എന്ന സ്ഥലത്താണ്. ഓപ്ഷനിൽ രാജ്പഥ് എന്നും കാണും, തെറ്റിപ്പോകരുത്. ഈ 3 കാര്യങ്ങളും മറക്കല്ലേ. ഇനി നമുക്ക് അതിഥികളുടെ കാര്യത്തിലേക്ക് വരാം. സാധാരണയായി ഒരു മുഖ്യാതിഥിയല്ലേ ഉണ്ടാവാറ്. എന്നാൽ 2026 അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ അപൂർവമായി 2 പേരാണ് മുഖ്യാതിഥികളായി എത്തിയത്. എപ്പോഴൊക്കെ എങ്ങനെ എന്തെങ്കിലും അസാധാരണമായി സംഭവിക്കുന്നോ അപ്പൊ അതൊരു ചോദ്യമായി പരീക്ഷാ പേപ്പറിൽ വരുന്നു, ഉറപ്പിച്ചോ. അപ്പോ ആരായിരുന്നു ആ 2 പേർ? യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട വ്യക്തികൾ. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോണ്ടർലേനും യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും. ഈ പേരുകൾ കേട്ട് പേടിക്കേണ്ട, ഓർത്തുവെക്കാൻ ഒരു സിമ്പിൾ കോഡ് പറഞ്ഞുതരാം. യൂറോപ്യൻ യൂണിയൻ നമ്മുടെ പരേഡിന് യുവിനെയും എയെയും അയച്ചു എന്ന് ഓർത്താൽ മതി. ഉർസുലയും അന്റോണിയോയും. എങ്ങനെയുണ്ട്? ഇനി മാർക്കില്ലല്ലോ. ഓക്കെ, മുഖ്യാതിഥികളുടെ കാര്യം നമ്മൾ സെറ്റാക്കി. ഇനി റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗത്തേക്ക് കടക്കാം. പത്മ പുരസ്കാരങ്ങൾ, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ. ആരൊക്കെയാണ് ജേതാക്കൾ എന്ന് നമുക്ക് നോക്കാം. ഈ പുരസ്കാരങ്ങൾക്ക് കൃത്യമായ ഒരു ഓർഡറുണ്ട്, ഒരു റാങ്കിംഗ് ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായി ഓർത്തുവെക്കാൻ ഒരു വഴിയുണ്ട്. ഒളിമ്പിക്സ് മെഡൽ പോലെ ഓർത്താൽ മതി. ഏറ്റവും ടോപ്പിൽ പത്മവിഭൂഷൺ, അത് നമ്മുടെ ഗോൾഡ് മെഡൽ. രണ്ടാമത് പത്മഭൂഷൺ, സിൽവർ മെഡൽ. മൂന്നാമത് പത്മശ്രീ, ബ്രോൺസ് മെഡൽ. വിഭൂഷൺ, ഭൂഷൺ, ശ്രീ. ഈ ഓർഡർ ഒരു കാരണവശാലും തെറ്റിക്കരുത് കേട്ടോ. അപ്പോ നമ്മുടെ ഗോൾഡ് മെഡൽ ജേതാക്കൾ, അതായത് പത്മവിഭൂഷൺ നേടിയ മഹാരഥന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്തെ 2ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അതുകൊണ്ടുതന്നെ ഇവരുടെ പേരുകൾ വളരെ പ്രധാനമാണ്. 2026 പത്മവിഭൂഷൺ ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന്, നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മുൻ ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡു. 2, ഭരതനാട്യം എന്ന കലാരൂപത്തെ ലോകത്തിനു മുന്നിലെത്തിച്ച ഇതിഹാസ നർത്തകി പത്മസുബ്രഹ്മണ്യം. പൊതുപ്രവർത്തനത്തിനും കലയ്ക്കുമാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ബഹുമതികൾ ലഭിച്ചത്. ഇനി നമ്മൾ വരുന്നത് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാർ, കേരളത്തിന്റെ അഭിമാനമായവർ. 2026 പത്മ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെ? ഈ പേരുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ 1ാം പേജിൽ തന്നെ എഴുതി വെച്ചോളൂ. ഇത് ഉറപ്പായൊരു ചോദ്യമാണ്. ഈ വർഷം കേരളത്തിന് ലഭിച്ച ഏറ്റവും വലിയ പത്മ പുരസ്കാരം പത്മഭൂഷണാണ്, അതായത് നമ്മുടെ സിൽവർ മെഡൽ. അത് ലഭിച്ചതാർക്കാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം മയ്യഴിയുടെ കഥാകാരൻ പ്രിയപ്പെട്ട എം മുകുന്ദന്. മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾക്കുള്ള വലിയൊരു അംഗീകാരമാണിത്. ഇനി നമ്മുടെ വെങ്കല മെഡൽ ജേതാക്കളെ, അതായത് പത്മശ്രീ നേടിയവരെ പരിചയപ്പെടാം. 3 പേരുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ വൻമതിലായ നമ്മുടെ സ്വന്തം PR ശ്രീജേഷ്. 2,
കലാരംഗത്തെ അതുല്യ പ്രതിഭയായ കലാരത്നം ദാമോദരൻ നമ്പൂതിരി. മൂന്നാമത്തെയാൾ ഒരു സൂപ്പർ ഹീറോയാണ്, കാടിന്റെ മകളെന്നറിയപ്പെടുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ. പരമ്പരാഗത വൈദ്യരംഗത്തെ അവരുടെ അറിവ് അത്ഭുതമാണ്. ഈ 3 പേരുകളും അവരുടെ മേഖലകളും കൃത്യമായി ചേരുംപടി ചേർക്കാനായി പഠിച്ചുവെക്കുക. ഒരു നിമിഷം, ഒരു ബോണസ് പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പത്മപുരസ്കാരങ്ങൾ കൂടാതെ ധീരതയ്ക്കുള്ള ജീവൻ രക്ഷാ പതക്കവും 3 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ഇത്തരം പോയിന്റുകളാണ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചോളൂ. ശരി, അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇനി ചെറിയൊരു പരീക്ഷയുടെ സമയമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറിയോന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? ഒരു മിന്നൽ റിവിഷൻ, ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്. നിങ്ങൾ റെഡിയാണോ? നമുക്ക് തുടങ്ങാം. ചോദ്യം 1, വളരെ സിമ്പിളായ ചോദ്യം. 2026-ൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്? സമയം പോകുന്നു, വേഗം ഉത്തരം പറയൂ. 77ാമത്. അതെ, അതാണ് ശരിയായ ഉത്തരം. കിട്ടിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. ഇത് മറക്കരുത്, വളരെ സിമ്പിളായി കിട്ടുന്ന മാർക്കാണ്. ചോദ്യം 2, 2026-ൽ പത്മഭൂഷൺ നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? നമ്മുടെ സിൽവർ മെഡൽ ജേതാവ്, മഴയുടെ കഥാകാരൻ. ആരാണത്? എം മുകുന്ദൻ. വളരെ ശരിയാണ്. എക്സലന്റ്. അവസാന ചോദ്യം. ഇതിനും കൂടി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ഈ ടോപ്പിക്കിൽ എക്സ്പേർട്ടായി. പത്മശ്രീ ലഭിച്ച നമ്മുടെ ഹോക്കി താരം, ഇന്ത്യൻ ടീമിന്റെ വൻമതിൽ, ആരാണാള്? PR ശ്രീജേഷ്. ബ്രില്യന്റ്. എല്ലാരും നന്നായി തന്നെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷായി. അപ്പോ എല്ലാ വിവരങ്ങളും ഇപ്പോ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പരീക്ഷാ ഹാളിൽ അക്കങ്ങളും പേരുകളും മാത്രമല്ല, കഥകളാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. ശ്രീജേഷിന്റെ തകർപ്പൻ സേവുകളോ, ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ധൈര്യമോ, മുകുന്ദന്റെ അക്ഷരങ്ങളോ, ഏതെങ്കിലും ഒരു കഥയുമായി ഈ വിവരങ്ങളെ നിങ്ങൾ ബന്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങളത് ഒരിക്കലും മറക്കില്ല. നന്നായി പഠിക്കുക. വിജയം തീർച്ചയായും നിങ്ങളുടേതാണ്. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.